ഈ ചേച്ചിയുടെ വീഡിയോ കണ്ട് നിങ്ങൾ സെറ്റിംഗ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ നല്ല രീതിക്ക് തന്നെ കുറയൂട്ടാ. അത് ആ സെറ്റിംഗ് ഓൺ ആക്കാൻ പറഞ്ഞ സെറ്റിംഗിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണത് ആ ചേച്ചിക്ക് വായിച്ചിട്ട് മനസ്സിലാവാണ്ട് അല്ലെങ്കിൽ ധൃതിയിൽ ഇട്ടപ്പോൾ ഇങ്ങനെ തോന്നിയതാവും. കുറെ പേരൊക്കെ കമന്റ് ചെയ്ത് മെസ്സേജ് അയച്ചെന്നൊക്കെ പറഞ്ഞു. 500 മെസ്സേജ് ഒക്കെ വന്ന് അതിനുശേഷമാണ് ഈ വീഡിയോ ഇറക്കിയത്. അപ്പൊ ആ ഓട്ടപ്പാച്ചിന്റെ ഇടയിൽ ശരിക്കും നോക്കാണ്ട് നമ്മളെപ്പോലുള്ള പാവങ്ങള് ആ ചേച്ചിനെ വിശ്വസിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അവരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സംഭവം ഇറക്കിയാണ്. ഇതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ കമന്റിൽ പറയാ വെറുതെ എന്തിനാ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കണേന്ന്. കമന്റ് നിങ്ങൾ നോക്കണ്ട. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞ കണ്ടന്റ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ട്. നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സ് ഒക്കെ വേറെ നമുക്ക് ആഡ് തരാൻ വേണ്ടിയിട്ട് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് സംഭവം യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ബ്രാൻഡ് പാർട്ട്നേഴ്സിനൊക്കെ നമ്മുടെ അനലിറ്റിക്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സംഭവത്തിന് വേണ്ടി ടിക്ക് ചെയ്യാൻ പറഞ്ഞ ഓപ്ഷൻ മഹാമണ്ടത്തരം എന്ന് പറഞ്ഞാൽ മഹാമണ്ടത്തരം. അതിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെന്നാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ വേറെ ടെൻഷനിൽ മാറിപ്പോയതോ. പക്ഷെ ഈ സംഭവം ഞാൻ പറഞ്ഞിട്ട് അത് തെറ്റ് തിരുത്താൻ ശ്രമിക്കണില്ല. അറ്റ്ലീസ്റ്റ് ആ പോസ്റ്റിങ് ചെയ്തോടെ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സ്വന്തം തെറ്റ് സമ്മതിച്ചു തരുന്നില്ല. കാരണം യൂട്യൂബിന്റെ വലിയ എന്തോ പുള്ളിയാന്നൊക്കെയാണ് വിചാരം. സംഭവം ആർക്കും ഒന്നും ഫുള്ളായിട്ട് അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ ഞാൻ ആരും തെറ്റിദ്ധരിപ്പിക്കാറില്ല, പറഞ്ഞ് പറ്റിക്കാറില്ല. ഇത് ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റവന്യൂ എന്തായാലും കുറയും. നിങ്ങൾ വായിക്കാൻ അറിയണവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വായിച്ച് മനസ്സിലാക്കുക. ആ വീഡിയോ ഒന്നുകൂടിയും കാണാം. എന്നിട്ട് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതല്ല, അത് വേറെ. ഇത് ഡമ്മി ചാനലിലാണ് ചെയ്യണത്. നിങ്ങളുടെ ചാനലിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റവന്യൂ പോവും. ആ ചേച്ചിയുടെ സ്വന്തം ചാനലിലല്ല ചെയ്ത് കാണിച്ചു തരുന്നത്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറയണത്. അപ്പൊ ദയവ് ഇതുപോലുള്ള ആൾക്കാർ പറയുന്നത് പച്ചയ്ക്ക് വിഴുങ്ങാണ്ട് നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കാം. യൂട്യൂബ് നമുക്ക് എന്തായാലും മെയിൽ അയക്കും. നമ്മളത് കാണുമ്പോൾ നമുക്ക് വായിക്കാനും പറ്റും. അറിയില്ലെങ്കിൽ അത് കോപ്പി ചെയ്ത് ട്രാൻസ്ലേറ്റിലും മലയാളത്തിലും വായിക്കാൻ നോക്കാം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോ കാണും. ഇപ്പോൾ ഒരാളുടെ വീഡിയോ തന്നെ കാണണമെന്നില്ല, 2-3 പേരുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരാളെ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുട്ടം പണി കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സെറ്റിംഗ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ദയവ് അത് പോയി ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ റവന്യൂ കുറയും. കുറുമ്പീസ് വേൾഡ് എന്ന് പറഞ്ഞ ഈ ചേച്ചിയുടെ ചാനലായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഈ ചേച്ചി എനിക്ക് അറിയ പോലും ഇല്ല. പക്ഷെ ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റണില്ല. കാരണം എത്ര പേരാണെന്നോ ഈ ചേച്ചിനെ വിശ്വസിച്ചിരിക്കണ. സംഭവം നല്ല കണ്ടന്റ് ഒക്കെ ഇറക്കുന്നുണ്ട്. പക്ഷെ ഇത് ഈ മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടും തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിക്കണില്ല. ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കമന്റ് ചെയ്തപ്പോൾ പറയാം ഞാനാണ് മിസ്ലീഡ് ചെയ്യണേന്ന് വെറുതെ ആൾക്കാരെ. നിങ്ങളെ കണ്ടന്റ് ഒന്നുകൂടിയും കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ആ ഓപ്ഷൻ ടിക്ക് ചെയ്യണ ഓപ്ഷൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കി എനിക്ക് മനസ്സിലാവും എന്ത് സംഭവം, ആരാ മിസ്ലീഡ് ചെയ്യണേന്ന്. അപ്പൊ സ്വന്തം തെറ്റ് മനസ്സിലാക്കി സമ്മതിക്കാൻ വേണ്ടി പറ്റില്ല. അതെന്താ എനിക്ക് മനസ്സിലാവണില്ലേ. അപ്പൊ നമ്മൾ വലിയ യൂട്യൂബിന്റെ വലിയ കൊമ്പത്താളെന്ന് വിചാരം. പക്ഷെ ഒരാൾക്കും ഒന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. എനിക്കും അറിയില്ല. എന്നെ നിങ്ങൾ ഫുള്ളായിട്ട് വിശ്വസിക്കേണ്ട. പക്ഷെ ഞാൻ കറക്റ്റ് എന്നെ കൊണ്ട് അറിയണ കാര്യങ്ങൾ മാത്രം പറയുള്ളൂ. ഇപ്പൊ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും, ഞാൻ സമ്മതിക്കും. പക്ഷെ ഈ ചേച്ചിയോട് പറഞ്ഞിട്ട് ആ തെറ്റിരിക്കാൻ ശ്രമിക്കണില്ല. എന്തോരം പേരെ ഇപ്പോൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ. അവരൊക്കെ ഈ ചാനലിന്റെ ഈ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ റവന്യൂ തന്നെ കുറയുള്ള നിങ്ങൾക്ക് തന്നെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ദൈവത്തിന് ഓർത്ത് ആ സെറ്റിംഗ് ഓൺ ആക്കണമെങ്കിൽ അത് മാറ്റാം. നിങ്ങളുടെ ചാനലിന് വേണ്ടി ഞാൻ പറയണേ. അതുകൊണ്ട് എനിക്ക് ആ ചേച്ചിയായിട്ട് ഒരു വിരോധമില്ല. കാരണം എൻ്റെ ചാനലിൽ സെറ്റിംഗ് ഓഫാണ്. ഞാൻ പോയി നോക്കി. ഞാൻ ഓണാക്കാൻ പോയി വീഡിയോ കണ്ടിട്ട് അപ്പം എൻ്റെ ഓഫായി കിടക്കുന്നു. അതിൻ്റെ മുകളിലുള്ള സംഭവമാണ് ചാനലിൻ്റെ ഇൻസൈറ്റ് കൊടുക്കണത് വേറെ ആൾക്കാർക്ക്. ആ സംഭവം അങ്ങോട്ട് മാറിപ്പോയി. പക്ഷെ ആ ചേച്ചിയുടെ വീഡിയോയിൽ ആ സംഭവം കാണാനില്ല. അത് ഡെമോ അക്കൗണ്ടാണ്. നിങ്ങൾ ഇതിൽ കാണിക്കുന്ന കുറേ മണ്ടത്തങ്ങളുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ചാനലിനെ നിങ്ങൾ തന്നെ സേവ് ചെയ്യുക. കണ്ണി കണ്ട ഓരോ വാക്ക് കേട്ട് ഓരോ മണ്ടത്തങ്ങൾ കാണിക്കാണ്ടിരിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാം. പിന്നെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്തോളാം.